ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ്. എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചോ? ഞങ്ങളിവിടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാൻ വിളമ്പി വെച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇന്ന് ചോറാണ് ഞങ്ങൾ രാവിലെ കഴിക്കുന്നത്. അപ്പോഴേ ഞങ്ങൾ ഇന്നലെ ഞങ്ങൾക്ക് രസമായിരുന്നു. രസം മാത്രമേ ഉള്ളായിരുന്നു. അപ്പം ആ രസം ബാക്കി വന്നത് ഞങ്ങൾ ഫ്രിഡ്ജിൽ വെച്ചായിരുന്നു. പിന്നെ അതിന് ശേഷം ഇന്ന് ഞങ്ങൾ ഉണക്കക്കൊഞ്ച് ചേർത്ത് തേങ്ങാ ചമ്മന്തി ഉണ്ടാക്കി. അതായത് തേങ്ങാ ചമ്മന്തി എന്ന് പറഞ്ഞാൽ നമ്മൾ കടുകും കറിവേപ്പിലയൊക്കെ പൊട്ടിച്ച് വഴറ്റിയെടുക്കത്തില്ലേ, തേങ്ങയും മുളക് പൊടിയൊക്കെ ചേർത്ത് നമ്മൾ വഴറ്റിയെടുക്കത്തില്ലേ, അങ്ങനെ ഉണക്കക്കൊഞ്ച് ചേർത്ത തേങ്ങാ ചമ്മന്തി, എണ്ണയിൽ വഴറ്റിയെടുത്ത തേങ്ങാ ചമ്മന്തി ആണ് ഞങ്ങൾക്ക് ഇന്ന് രാവിലെ കഴിക്കാനായിട്ട് ഉള്ളത്. അപ്പോഴേ ഞങ്ങൾ കഴിക്കാൻ പോവുകയാണ്. നിങ്ങളെല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ? ഞങ്ങൾ കഴിക്കുകയാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇന്നലെ രസം മാത്രമായിട്ടായിരുന്നു കഴിച്ചത്. അപ്പോഴും ഇന്നും രസം മാത്രമാകുമ്പോഴും ഒരു ഇതാവും. അപ്പോഴും അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്തിരി ഉണക്കക്കൊഞ്ച് ചേർത്ത ചമ്മന്തി ഉണ്ടാക്കിയെടുത്തത്. ഇനി ഞങ്ങൾക്ക് ഇന്ന് ഇത് കറി തന്നെയാണ് ഉള്ളത്. ഉച്ചത്തേക്കൊക്കെ ഉണ്ട്, അത് മതി. ഞങ്ങൾക്ക് ഇന്നത്തേക്ക് ഈ രസവും ചമ്മന്തിയും മതി. ഞങ്ങളത് അഡ്ജസ്റ്റ് ചെയ്ത് ഉപയോഗിക്കും. ഈ രസവും ചമ്മന്തിയും ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് ഇന്നത്തേക്ക് ഞങ്ങൾ ഉപയോഗിക്കും. ഇത് മതി. പിന്നെ ഞങ്ങൾ രാവിലെ 5:30 ആയപ്പോഴത്തേക്ക് എഴുന്നേറ്റായിരുന്നു. അപ്പോൾ ഇപ്പോഴും 5:30 6 മണിയൊക്കെ ആകുമ്പോഴും നല്ല കൂരിട്ടല്ലേ. എന്നാലും ഇവിടെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെയൊക്കെ പ്രകാശം മുറ്റത്തൊക്കെ അടിക്കും. അപ്പം ഞങ്ങൾ അപ്പോഴും മുറ്റമൊക്കെ അങ്ങ് തൂത്ത് വൃത്തിയാക്കി. പിന്നെ അതിനുശേഷം ഇപ്പം കാറ്റൊക്കെ ഉണ്ടായതുകൊണ്ട് മുറ്റത്തെ തേക്കിൻ്റെ ഇലകളും മഹാഗണിയുടെ ഇലകളും ഒക്കെ കുറേ വീണ് കിടക്കും. അപ്പോഴും ഞങ്ങൾ അതൊക്കെ തൂത്തുവാരി, ഞങ്ങളെന്ന് പറഞ്ഞാൽ ഞാനും എൻ്റെ സിസ്റ്ററും കൂടെ കേട്ടോ, തൂത്തുവാരി ഞങ്ങൾ ചവറൊക്കെ കത്തിക്കും. രാവിലെ തന്നെ കത്തിക്കും. അപ്പം രാവിലെ നല്ല സുഖമാണ് കേട്ടോ. തീ കത്തിക്കുമ്പോൾ നല്ല ചൂടൊക്കെ അടിക്കും. കാര്യം തണുപ്പല്ലേ ഇപ്പോൾ. അപ്പോൾ അതിൻ്റെ പ്രകാശവും കിട്ടും. അപ്പം ആ പ്രകാശത്തിന് നമുക്ക് ചുറ്റുമുള്ള ചപ്പൊക്കെ തൂത്തങ്ങ് തീയിടാനും പറ്റും. പിന്നെ നമ്മുടെ തണുപ്പൊക്കെ അങ്ങ് കുറയുകയും ചെയ്യും. നമുക്ക് ശരീരത്തിലൊക്കെ അനുഭവപ്പെടുന്ന തണുപ്പുണ്ടല്ലോ, അതൊക്കെ അങ്ങ് കുറയുകയും ചെയ്യും. അപ്പോഴും നമുക്ക് തീയിടുമ്പോൾ അങ്ങനെ 2 കാര്യങ്ങൾ. അതായത് രാവിലെ ഇത്തിരി ചൂട് പഠിക്കും, പിന്നെ രാവിലെ തന്നെ മുറ്റമൊക്കെ വൃത്തിയാവുകയും ചെയ്യും. പിന്നെ നമ്മൾ ഈ സവാളയുടെയും ഒക്കെ തൊലികളൊക്കെ കാണുമല്ലോ, അതൊക്കെ എങ്ങാ ചവറിൻ്റെ കൂടത്തിയിട്ട് നമ്മളങ്ങ് കത്തിക്കും. സവാളയുടെയൊക്കെ തൊലിയൊക്കെ നമ്മൾ ആ ചവറിനകത്ത് കൊണ്ടിട്ട് അതിൻ്റെ കൂടെ അങ്ങ് കത്തിച്ച് കളയും. അപ്പം അങ്ങനെ രാവിലെ പിന്നെ റൂമിനകമൊക്കെ വൃത്തിയാക്കി. അതിനുശേഷം ഞങ്ങൾ പിന്നെ നമ്മുടെ കുളിയും നനയും വൃത്തിയാക്കലും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. അതിനുശേഷം നമ്മൾ കട്ടൻ ചായയാണ് നമ്മൾ കുടിക്കുന്നത് കേട്ടോ. അതായത് നമുക്കിപ്പോൾ പാലൊക്കെ മേടിക്കണമെങ്കിൽ ഒത്തിരി പൈസ ആകില്ല. നമ്മളിപ്പോൾ എന്നും പാല് വാങ്ങിച്ചാൽ നമ്മുടെ ഫിനാൻഷ്യൽ ബഡ്ജറ്റിന് അത് താങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മളങ്ങനെ പാലൊന്നും വാങ്ങിക്കാറില്ല. നമ്മൾ തേയില
തേയില വെള്ളം, അത് നമ്മൾ കട്ടൻ ചായ എന്ന് പറയില്ല, അതാണ് നമ്മൾ കുടിക്കുന്നത്. എന്നിട്ട് കുറച്ച് നേരം ഇരുന്ന് കാര്യമൊക്കെ പറഞ്ഞ് പിന്നെ കുറച്ച് നേരം ഇരുന്ന് മൊബൈലൊക്കെ യൂട്യൂബൊക്കെ കാണും, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യും. പിന്നെ അതിനുശേഷം ഇന്ന് രാവിലെ ചോറ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ചോറിൻ്റെ കൂടെ രസവും ചമ്മന്തിയൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ രാവിലെ അത് മതി എന്ന് വിചാരിച്ചു. പിന്നെ ഇന്നിന് ഞങ്ങൾ വേറെ ഒന്നും ഉണ്ടാക്കില്ല കേട്ടോ, ഇതൊക്കെ തന്നെ മതി ഞങ്ങൾക്ക്. അതായത് ഈ കറിയും ചമ്മന്തിയൊക്കെ തന്നെ ധാരാളം. ഉച്ചത്തേക്കും രാത്രിത്തേക്കും ഒക്കെ ഉള്ളതുണ്ട്. അപ്പോഴും നിങ്ങളെല്ലാവരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചോ? കഴിച്ചു എന്ന് വിശ്വസിക്കുന്നു. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. ഓക്കെ, താങ്ക് യു.